प्रसन्नता स्वयं पर निर्भर करती है। नमस्कार दोस्तों, आप सभी को कोकोनट लेडी चैनल पर स्वागत है। मैं हूं आपकी श्रीजा। आज मैं आपके लिए एक ऐसे विषय लेके आई हूं जो मुझे लगता है मम्मी पापा लोगों को बहुत अच्छा लगेगा, क्योंकि कुछ ऐसे माता पिता होंगे जो अपने बच्चों के बारे में अपने अध्यापिकाओं से बात नहीं कर पाते होंगे, क्योंकि उनको हिंदी नहीं मालूम होगा, है ना? എന്താണെന്നല്ലേ ഇന്നത്തെ സെക്ഷൻ എനിക്ക് തോന്നുന്നു കുറച്ച് പാരൻസിന് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. അതായത് ടീച്ചേഴ്സിൻ്റെ അടുത്ത് ചിലപ്പോൾ എനിക്കൊന്നു പാരൻസ് മീറ്റിങ്ങിനൊക്കെ ഇൻ കേസ് നമ്മുടെ നാട്ടിൽ നിൽക്കുന്നവരെയല്ല ഞാൻ പറഞ്ഞത്, പുറത്തുള്ളവർക്കൊക്കെ ചിലപ്പം ടീച്ചേഴ്സിൻ്റെ അടുത്ത് ബേസിക്കലി അവർ ഹിന്ദിയിലായിരിക്കും സംസാരിക്കുക. അപ്പോൾ അവരുടെ അടുത്ത് കുട്ടികളെക്കുറിച്ച്, അതായത് കുട്ടി പഠിക്കുന്നുണ്ടോ, അവൻ ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നുണ്ടോ, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ ടീച്ചേഴ്സിൻ്റെ അടുത്തൊന്ന് ചോദിക്കണം. പക്ഷേ എന്താണ് പ്രശ്നം? അവർക്ക് ഹിന്ദി അറിയത്തില്ല. അപ്പോൾ അവർക്കത് ചോദിക്കാനോ അല്ലെങ്കിൽ ആ ടീച്ചർ പറയുന്നത് എന്താണെന്നോ മനസ്സിലാക്കാൻ അവർക്ക് പറ്റാറുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം, എന്താണ് ഒരു പാരൻസ് മീറ്റിങ്ങിന് ചെന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം അവനവൻ്റെ കുട്ടികളെക്കുറിച്ച് ഒരു ടീച്ചറിനോട് ചോദിക്കേണ്ടി വരുന്നത്, അല്ല എന്തൊക്കെ ചോദിക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ സെക്ഷൻ. ഉറപ്പായിട്ടും നമ്മുടെ പാരൻസിന് ഇഷ്ടപ്പെടും അല്ലേ? ചില കുട്ടികൾക്കാണെങ്കിൽ ചെറുതായിട്ടൊരു പണിയും കിട്ടും. ഓക്കെ, എന്തോ ആവട്ടെ. അപ്പം നമുക്കിന്ന് അത് നോക്കാം. അതായത് നമ്മൾ ആദ്യം തന്നെ ഒരു ടീച്ചറിനെ, ഇപ്പം നമ്മൾ ഹിന്ദി ടീച്ചറാവാം, അല്ലെങ്കിൽ ഇപ്പം നോർത്ത് ഇന്ത്യയിലൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ ചില വീട്ടമ്മമാർക്കായിരിക്കും ഹിന്ദി അറിയാൻ വയ്യാത്ത. കാരണം ഹസ്ബൻഡ്സ് മിക്കവാറും ജോലിക്ക് പോകുന്നവർ, അവർക്ക് ഹിന്ദി അത്യാവശ്യമൊക്കെ ചോദിക്കാനും പറയും. പക്ഷേ പാരൻസ് മീറ്റിങ്ങിന് അമ്മമാരായിരിക്കുമല്ലോ വരിക. അപ്പം ഈ പറഞ്ഞ പോലെ അമ്മമാർക്ക് ചെന്നിട്ടൊന്നും ചോദിക്കാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഈ ഒരു സെക്ഷനായിട്ട് വന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പാരൻസ് ടീച്ചറിൻ്റെ അടുത്ത് ചെന്നു. അപ്പോൾ ടീച്ചറിൻ്റെ ചോദിക്കും, ആപ്പ് നിങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും? ഞാൻ ആരുടെ അമ്മയാണ് അല്ലെ ആരുടെ അച്ഛനാണ് എന്ന് പറയണമല്ലോ. അപ്പം മേ രാഹുൽ കി മമ്മി ഹൂ, മേ ഗൗരി കി മമ്മി ഹൂ എന്നുള്ളത് നമുക്ക് കൺഫേം ചെയ്ത്, ഞാൻ ആരാണ്, മേ ഗൗരി കി മമ്മി ഹൂ, മേ വൈഗ കി മമ്മി ഹൂ എന്നുള്ളത് നമുക്ക് മമ്മി നെഹിത്തു പാപ്പ, ഞാനിപ്പോൾ അച്ഛനാണ് ചെല്ലുന്നതെങ്കിൽ എനിക്ക് തോന്നുന്നു അച്ഛന്മാർക്ക് അത്യാവശ്യം അറിയായിരിക്കും. ഇൻ കേസ് ഇനി അച്ഛന്മാർക്ക് അങ്ങനെ പറ്റുന്നില്ല, അറിയത്തില്ലാത്തവരാണെങ്കിൽ അവർ എന്താ പറയണ്ടേ? മേ രാഹുൽ കാ പപ്പ ഹൂ, മേ രാഹുൽ കാ പപ്പ ഹൂ, പാപ്പ ഹൂ എന്നുള്ളത് പറയാം. പാപ്പ അല്ലേ മമ്മി അല്ലേ മാ അല്ലേ? അങ്ങനെ നമുക്ക് നമ്മളെ തന്നെ പറഞ്ഞ് ടീച്ചറിനെ മനസ്സിലാക്കി കൊടുക്കുക, അല്ല ടീച്ചറിനോട് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ചോദിക്കണം, मैम वो पढ़ता है क्या, वो क्लास में नहीं तो कक्षा में ध्यान देता है क्या, അവൻ ക്ലാസ്സിൽ എങ്ങനെയാണ്, പഠിക്കുന്നുണ്ടോ അല്ലോ ശ്രദ്ധിക്കുന്നുണ്ടോ, ധ്യാൻ ദേത്താ ഹേ ക്യാ, ധ്യാൻ എന്ന് പറഞ്ഞാൽ ശ്രദ്ധയുണ്ടോ, ശ്രദ്ധിക്കുന്നുണ്ടോ എന്നാണ് അർത്ഥം. ഓക്കെ, तो हम ऐसे पूछ सकते हैं अध्यापक से कि मेरा बच्चा कक्षा में कैसे है, എൻ്റെ കുട്ടി ക്ലാസ്സിൽ എങ്ങനെയാണ്, എൻ്റെ കുട്ടി ക്ലാസ്സിൽ എങ്ങനെയാണ്, കക്ഷാമേ, കക്ഷ മീൻസ് ക്ലാസ്, ക്ലാസ്സിൽ എങ്ങനെയാണ്, കക്ഷാമേ कैसे है, वो पढ़ता है क्या, वो ध्यान देता है क्या, അവൻ എങ്ങനെയാണ്, പഠിക്കുന്നുണ്ടോ അതോ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് നമുക്ക് ചോദിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കിപ്പം ടീച്ചർ പറയാനും കുഴപ്പമില്ല ഇന്ന പോലെയൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് അത്യാവശ്യം കേൾക്കുന്നതൊക്കെ നമുക്ക് മനസ്സിലാവാറുണ്ട്. നമ്മുടെ മെയിൻ പ്രശ്നം എന്താണ്? നമുക്ക് തിരിച്ച് പറയാനാണ് കിട്ടാത്തത്. അപ്പം നെക്സ്റ്റ് നമുക്ക് പറയണം, എന്തെങ്കിലുമൊക്കെ കുരുത്തക്കേട് കാണിക്കാറുണ്ടെങ്കിൽ ഒന്ന് പറയണേ എന്ന് പറയണം. അപ്പോൾ എന്ത് പറയും? मैम अगर आपको कोई भी शिकायत है तो ज़रूर मुझसे बताना. അഗർ ആപ്കോ കോയി ഭി ഷിക്കായത്ത് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ, എൻ്റെ കുട്ടിയെക്കുറിച്ച് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്നോട് തുറന്ന് പറയണം. ഓക്കെ, അപ്പോൾ ഇനി ടീച്ചർ പറയാം, വോ ഗ്രഹകാര്യ നെഹി കർത്ത, ഹമേഷ ഗ്രഹകാര്യ കർക്കെ നെഹി ആത്ത. ഗ്രഹകാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോംവർക്ക് കർക്കെ നെഹി ആത്ത മീൻസ് ചെയ്തിട്ടല്ല വരുന്നത്. തോ അപ്പം നമുക്ക് പറയണം, ഞാൻ ഇനി മുതൽ ശ്രദ്ധിച്ചോളാം ടീച്ചറെ എന്നെങ്ങനെ പറയും? ആജ് സെ മേ ധ്യാൻ രഖൂങ്കി മാം, ആജ് സെ മേ ധ്യാൻ രഖൂങ്കി, ഇന്ന് മുതൽ ഞാനൊന്ന് ശ്രദ്ധിച്ചോളാം, ഒന്ന് പിടിച്ചോളാം, ആളെ ഞാനൊന്ന് ചെയ്യിപ്പിച്ചേ വിടുകയുള്ളൂ. ബഹുത് ശുക്രിയ മാം, ബഹുത് ശുക്രിയ മാം, ഒരുപാട് നന്ദിയുണ്ട് മാം. അപ്പം നമുക്ക് അത്യാവശ്യം ഒരു പാരൻസ് മീറ്റിംഗിന് ചെന്നാൽ ഓരോ ടീച്ചേഴ്സിൻ്റെ അടുത്ത് ഈ 2-3 കാര്യങ്ങൾ ചോദിച്ചാൽ മതി അല്ലേ?
मैं आദ്യം തന്നെ നമുക്ക് इंट्रोड्यूस ചെയ്യണം നമ്മളെ തന്നെ मैं किसकी मम्मी हूँ नहीं तो किसका पापा हूँ ये आपको बताना है। उसके बाद अपने बच्चे के बारे में पूछना है, वो कैसे है, वो कक्षा में कैसे है, ध्यान देता है कि नहीं है, അത് ചോദിക്കാം। അതിനുശേഷം अगर आपको कोई शिकायत है तो मुझसे बताना, എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്നോട് പറയണം അല്ലേ। ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അത്യാവശ്യം നമ്മുടെ മാതാപിതാക്കൾക്ക് പാരൻസിന് ടീച്ചേഴ്സിൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും। എല്ലാവർക്കും ഈ സെക്ഷൻ ഇഷ്ടപ്പെട്ടോ? ഉറപ്പായിട്ടും ഇഷ്ടപ്പെട്ടാൽ പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ സെക്ഷന് താഴെ കമൻറ്റ് ചെയ്യണം। ഇങ്ങനെ നമ്മുടെ ഈ ഇത്രയും ഇപ്പോൾ നമ്മുടെ 10th സെക്ഷനാണ് പോയത്। ഈ 10th സെക്ഷനോടുകൂടി എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഒരു പാർട്ട് കഴിഞ്ഞിരിക്കുകയാണ്। നമ്മുടെ 10 കോൺവെർസേഷൻ എന്നായിരുന്നു നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ്, ആ 10 കോൺവെർസേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്। എല്ലാവർക്കും ഈ കോൺവെർസേഷനുകൾ ഒരുപാട് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു। നെക്സ്റ്റ് വേറൊരു ടോപ്പിക്സുമായിട്ട് വരുന്നിടം വരെ ടിൽ ദെൻ ബൈ ബൈ.